ഞാൻ നിങ്ങളോട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങളൊരു റേസിംഗ് പങ്കെടുക്കുകയാണ്, ഒരു മാരത്തോണാണ്. നിങ്ങളടക്കം ടോട്ടൽ 100 പേരാണ് റേസിങ്ങിൽ പങ്കെടുക്കുന്നത്. റേസ് സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ഏറ്റവും അവസാനമാണ് നിങ്ങൾ. ബാക്കി 99 ആൾക്കാർ നിങ്ങളുടെ മുന്നിലാണ്. അപ്പം നിങ്ങൾ എങ്ങനെ അവരെ മുന്നിലെത്തും റേസിൽ വിൻ ചെയ്യാൻ? ആക്ച്വലി ഈ റേസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഉപമമാണ്. ലൈഫും ഇതേമാതിരി ഒരു റേസുമാതിരിയാണ്. നമുക്കും മറ്റുള്ളവരെ മുമ്പിലെത്താൻ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. 99% പിന്നിലാക്കി ആൻഡ് 1% എത്താൻ നമുക്കൊരു ആഗ്രഹമുണ്ടായിരിക്കും. അതിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നിഷാൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നാൽ നമുക്കറിയാം, ഇന്ന് പലവരും ഒരു ബാഡ് സർക്കിളിലാണ് ഉള്ളത്. ബാഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഓക്കെ വരാം. നിങ്ങൾ പല മോട്ടിവേഷൻ വീഡിയോസ് കാണും, ഒരുപാട് വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുന്നു, ചിലപ്പോൾ നിങ്ങൾ നോട്ട്സ് വരെ എഴുതുന്നു. ബട്ട് പറയുന്ന കാര്യമൊന്നും നിങ്ങൾ ചെയ്തു നോക്കുന്നില്ല. ആക്ഷൻ ഈസ് എ ഓൾവേസ് സീറോ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? നോ. നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് ഉണ്ടാവാൻ പോകുന്നില്ല. ഓർ മേ ബി അതിനെക്കാട്ടി വോയിസ് ആവാൻ ചാൻസ് ഉണ്ട്. കുറേ മോട്ടിവേഷൻ കണ്ടുകൊണ്ട് കാര്യമില്ല, അതിൽ പറയുന്നത് ലൈഫിൽ ചെയ്യണം. ഞാനൊരു സത്യം പറയട്ടെ, ഇന്ന് മിക്ക ആൾക്കാരും ഡിസ്ട്രാക്റ്റഡ് ആണ്. ആർക്കും ഒന്നിനും ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. ലോ അറ്റൻഷൻ സ്പാൻ ആണ്. ഓവർ യൂസേജ് ഓഫ് എ സോഷ്യൽ മീഡിയ ആൻഡ് ബാഡ് ഫ്രണ്ട്സ് ആൻഡ് ബാഡ് ഹാബിറ്റ്സ്, അങ്ങനെ ഇതൊക്കെ കൂടി മിക്ക ആൾക്കാരും ഡിസ്ട്രാക്റ്റഡ് ആണ്. ബട്ട് എന്നിട്ടും നിങ്ങൾക്ക് അവരെ പിന്നിലാക്കാൻ കഴിയാത്തത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് 99% ആൾക്കാരെ പിന്നിലാക്കണമെങ്കിൽ അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. അവർ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ആൻഡ് മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു പവർഫുൾ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യണം. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലെന്ന, ഒരു റൈസിൻ്റെ 100 ആളുള്ള റൈസിൽ നിങ്ങളാണ് ഏറ്റവും ലാസ്റ്റ്. എങ്ങനെ മുന്നിലെത്താം? ആദ്യം നിങ്ങൾ നടക്കുക, പിന്നെ നടത്ത സ്പീഡ് കൂട്ടുക, പിന്നെ ഓടൽ സ്പീഡ് കൂട്ടുക, പിന്നെ പോയിക്കൊണ്ടേയിരിക്കുക. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മുന്നിലെത്തും. സോ ഇഫ് യു കീപ് മൂവിങ് യു വിൽ വിൻ. ആമൻ്റെ മൊയിലിൻ്റെ കഥ കേട്ടില്ല? അതേമാതിരി തന്നെ നിങ്ങൾ ഡിസിപ്ലിനായിട്ട് മുന്നോട്ട് പോയാൽ മതി. ഇനി നിങ്ങൾക്കൊരു എഫക്റ്റ് പറഞ്ഞുതരാം, ദ വിന്നേഴ്സ് എഫക്റ്റ്. ഈ എഫക്റ്റ് അറിയുകയാണെങ്കിൽ 2 എലിനെ ഒരു എക്സ്പെരിമെൻറ്റിൽ വെച്ച്, ഒന്നാമത്തെ എലി ഒരു നോർമൽ ആയിട്ടുള്ള എലിയാണ് ആൻഡ് രണ്ടാമത്തെ എലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള എലിയാണ്. ഈ സ്ട്രോങ് ആയിട്ടുള്ള എലിനെ ഒരു ഡ്രഗ് കുത്തിവെച്ചു, കുറച്ച് ആവശ്യമാക്കി. എന്നിട്ട് ആ ആദ്യത്തെ എലിനെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിച്ചു. ഈ 2 എലിനെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിച്ചു. ഒന്നാമത്തെ എലി ജയിച്ചു. രണ്ടാമത്തെ എലിൻ്റെ ശരീരത്തിൽ നിന്ന് ഡ്രഗ്സൊക്കെ റിമൂവ് ചെയ്തു, പഴയ പോലെ സ്ട്രോങ് ആക്കി. 2 എലിനെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിച്ചു. ഇപ്പം ആരാ ജയിച്ചത്? വീണ്ടും നമ്മളെ ആദ്യത്തെ എലിനാണ് ജയിച്ചത്. 3ാമത്തെ പ്രാവശ്യം ഫൈറ്റ് ചെയ്യിപ്പിച്ചു, അതിലും വിജയിച്ചത് 1ാമത്തെ എലി. ഇതാണ് വിന്നേഴ്സ് എഫക്റ്റ്. എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ജയിക്കുന്നു അതുപോലെ ഫ്യൂച്ചറിലും ജയിക്കും. ബിക്കോസ് ജയിക്കുമ്പോൾ അത് നമ്മളെ കോൺഫിഡൻ്റ് ആക്കും, ലെവലൊക്കെ ഇൻക്രീസ് ചെയ്യും. അടുത്ത പ്രാവശ്യം നമ്മൾ തന്നെ ജയിക്കുമെന്ന് കോൺഫിഡൻറ്റ് ഉണ്ടാകണം. ഇതിൻ്റെ റിവേഴ്സും ശരിയാട്ടോ. നിങ്ങൾ എത്രത്തോളം തോക്കുന്നു അത്ര ലൂസറാവും. ഇപ്പോൾ റിച്ച് ആയിട്ടുള്ള ആൾ വീണ്ടും പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോ തവണ നിങ്ങൾ വിൻ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ കോൺഫിഡൻറ്റ് നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാനും പറ്റും. മെജോറിറ്റി ആയ ആൾ ഇവിടെയാണ് മിസ്റ്റേക്ക് വരുത്തുന്നത്. അവർ ആദ്യം തന്നെ ഒരു വലിയ ഗോൾ സെറ്റ് ചെയ്യും, എന്നിട്ട് അതിൽ ഫെയിൽ ആവുകയും ചെയ്യും. അവർ സ്വയം ചിന്തിക്കും, ഇതൊന്നും എനിക്ക് പറ്റിയതല്ല, എനിക്കിതിൽ കഴിവില്ല, ഞാൻ വേറെ എന്തെങ്കിലും നോക്കുന്നതാണ് നല്ലത്. ആൻഡ് പ്ലീസ് ആദ്യം ചെറിയ ഗോൾസ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് അതിൽ വിൻ ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന മോട്ടിവേഷനും യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാം. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിന്നേഴ്സ് എഫക്റ്റ് വിൻ ചെയ്യാൻ പറ്റും. വിന്നേഴ്സ് എഫക്റ്റ് കൊണ്ട് എന്ത് വേണമെങ്കിലും ഗോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, സ്ട്രെങ്ത്ത്, വീക്ക്നെസ് എന്തൊക്കെയെന്ന് നിങ്ങൾ സെറ്റ് ചെയ്യണം.
അതൊക്കെ വെച്ചിട്ട് ഗോൾസൊക്കെ സെറ്റ് ചെയ്യാം. എല്ലാവർക്കും സെയിം ഗോൾസ് വെച്ചാൽ അത് ഗോൾ ചെയ്യാൻ പറ്റില്ല. ഒരു 3 ഗോൾസെങ്കിലും നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യാൻ ഫോക്കസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ 3 എടുക്കുന്നത് ഹെൽത്ത്, വെൽത്ത്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നാണെന്ന് വിചാരിക്കുക. എനിക്ക് എൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക, എനിക്ക് നല്ല പൈസ സമ്പാദിക്കണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യിക്കണം. അപ്പോൾ ഓക്കെ, ബൈ, ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും.